KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ശിഥിലീകരണ പ്രവണതകൾക്കെതിരെ യുവജന മുന്നേറ്റം വേണമെന്ന SYS സംസ്ഥാന നേതൃപരിശീലന ക്യാമ്പ്. കോഴിക്കോട് മാധ്യമപ്രവർത്തകർക്ക് നേരെ വീണ്ടും കയ്യേറ്റം, SIക്ക് സസ്പെൻഷൻ. കോഴിക്കോട് മാധ്യമപ്രവർത്തകർക്കെതിരെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടിക്കെതിരെ അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുട്ടികളെ ലഹരിക്ക് അടിമയാക്കാനുള്ള പുതിയ പുകയില ഉത്പന്നങ്ങൾ സംസ്ഥാനത്തേക്ക് ഒഴുകുന്നു. ഓവർബ്രിഡ്ജ് കയറിയിറങ്ങുക ബുദ്ധിമുട്ടാണ്, പോത്ത് മാധ്യമപ്രവർത്തകനോട്. പോത്തിനെ ഇന്റർവ്യൂ ചെയ്ത് തയ്യാറാക്കിയ വാർത്തയും മാധ്യമപ്രവർത്തകനും സോഷ്യൽ മീഡിയയിൽ താരമാകുന്നു. നിങ്ങൾ ഗോരക്ഷ നടത്തുമ്പോൾ മാനവരക്ഷ ആര് ചെയ്യുമെന്ന് മോദി മന്ത്രിസഭയിലെ അംഗം. ദുബായ് ICFും സഹായിവാദി സലാമും ചേർന്ന് ആരോഗ്യ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. കോഴിക്കോട് കോടതിയിലും മാധ്യമപ്രവർത്തകർക്ക് വിലക്ക്. ഐസ്ക്രീം പാർലർ കേസ് പരിഗണിക്കുന്ന 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ ഫോൺ ചെയ്യാൻ പോലും അനുവദിക്കാതെ ഫോൺ പിടിച്ചുവാങ്ങുകയും കോളറിൽ കുത്തിപ്പിടിച്ച് മർദ്ദിക്കുകയും ചെയ്തു. ഐസ്ക്രീം പാർലർ അട്ടിമറി കേസ് കോടതി പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് കോടതിയിലെത്തിയത്. എന്നാൽ കോടതി വളപ്പിലേക്ക് കടക്കാൻ പോലും പോലീസ് അനുവദിച്ചില്ല. ടൌൺ സ്റ്റേഷൻ SI അക്ഷരാർത്ഥത്തിൽ അഴിഞ്ഞാടുകയായിരുന്നു. അതേസമയം എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തതെന്ന വിശദീകരണം നൽകാൻ പോലീസ് തയ്യാറായിട്ടില്ല. കോഴിക്കോട് മാധ്യമപ്രവർത്തകർക്കെതിരെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടിക്കെതിരെ അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി കണ്ടെത്തിയാൽ കർശന നടപടിയെടുക്കും. സമാധാനം തിരിച്ചുവരുമ്പോഴാണ് പുതിയ പ്രശ്നങ്ങളുണ്ടായത്. ഇന്നത്തെ സംഭവത്തിൽ അഭിഭാഷകർക്ക് പങ്കില്ലെന്ന് പിണറായി പറഞ്ഞു. മാധ്യമപ്രവർത്തകരും പോലീസും എന്ന നിലയിലായി കാര്യങ്ങൾ. വൈകുന്നേരത്തിനകം അന്വേഷണം പൂർത്തിയാകും. അതിനുശേഷം നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി ഡൽഹിയിൽ പറഞ്ഞു. മാധ്യമങ്ങളെ പോലീസ് തടയാൻ ശ്രമിക്കില്ല. കോടതി റിപ്പോർട്ടിംഗിനുള്ള മാധ്യമങ്ങളുടെ അവകാശം പുനഃസ്ഥാപിക്കണമെന്നും പിണറായി കൂട്ടിച്ചേർത്തു. മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള ഒരു പ്രശ്നമായിരുന്നു. ആ പ്രശ്നത്തിൽ യഥാർത്ഥത്തിൽ നല്ല അയവ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സാധാരണ നില പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന ഒരു അന്തരീക്ഷമാണ് പൊതുവെ സംസ്ഥാനത്ത് വളർന്നു വന്നിരുന്നത്. ഇന്നലെ തന്നെ ഞാനത് വ്യക്തമാക്കിയതായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് കോഴിക്കോട് ഈ തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടായിരിക്കുന്നത്. ഇതിനകത്ത് മാധ്യമപ്രവർത്തകരും പോലീസും എന്ന നിലക്കാണ് കാര്യങ്ങൾ വന്നത്. നേരത്തെ മറുഭാഗത്തുണ്ടായിരുന്ന അഡ്വക്കേറ്റുമാർക്ക് ഇന്നത്തെ സംഭവത്തിൽ യാതൊരു പങ്കുമില്ല. അപ്പൊ ഇത് ഗൗരവമായാണ് സർക്കാർ കാണുന്നത്. പോലീസ് മാധ്യമപ്രവർത്തകരുടെ വഴി തടയാൻ എന്തിനു നിന്നു എന്നത് അത്യന്തം ഗൗരവമായി തന്നെ സർക്കാർ വീക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം പൂർത്തിയാക്കണം എന്നത് DGPക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു സംഭവം അന്വേഷണം പൂർത്തിയാക്കിയതിനു ശേഷം, ഈ സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം പൂർത്തിയാക്കിയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട നിലപാടുകൾ സർക്കാർ സ്വീകരിക്കേണ്ടി ചെയ്യും. കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകർക്ക് എതിരെ നടന്ന പോലീസ് അതിക്രമത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് DGP ലോക്നാഥ് ബെഹ്റ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ടൌൺ SI വിനോദ് കുമാറിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായി DGP അറിയിച്ചു. SIക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവിക്കാൻ പാടില്ലാത്തതാണ് കോഴിക്കോട് സംഭവിച്ചത്. ചർച്ച ചെയ്ത് പരിഹരിച്ച ഒരു പ്രശ്നം വീണ്ടും പ്രശ്നമാക്കിയതിന് ന്യായീകരണമില്ല.
പോലീസ് നടപടിയിൽ ദുഃഖമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം കോഴിക്കോട് സംഭവത്തിൽ എസ്ഐക്ക് 3 വീഴ്ചകൾ സംഭവിച്ചതായി വ്യക്തമാക്കി എഡിജിപി ഡിജിപിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. മാധ്യമപ്രവർത്തകർ ഡിഎസ്എൻജി വാഹനം തിരിച്ചെടുക്കാനെത്തിയപ്പോൾ പോലീസ് പ്രകോപനമുണ്ടാക്കിയെന്ന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് തീരദേശപാതയ്ക്ക് കളമൊരുങ്ങുന്നു. വിശദാംശങ്ങൾ റഫീഖ് നരുക്കിനി നൽകുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീളുന്ന തീരദേശപാതയ്ക്ക് കളമൊരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ആദ്യഘട്ടം ഈ വർഷം പൂർത്തിയാക്കും. ഇതിന് വിശദമായ പദ്ധതിരേഖ തയ്യാറാക്കാൻ സംസ്ഥാന തീരമേഖലാ വികസന കോർപ്പറേഷന് ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ നിർദ്ദേശം നൽകി. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് പദ്ധതി തയ്യാറാക്കുക. അടിസ്ഥാന സൌകര്യ വികസനത്തിനായി രൂപവൽക്കരിക്കുന്ന കേരള ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിൽ സമർപ്പിച്ച് പദ്ധതി നടപ്പാക്കാനാണ് ലക്ഷ്യം. അമ്പലപ്പുഴ തിരുവല്ല റോഡ് 56 കോടി ചെലവിൽ വികസിപ്പിക്കാനുള്ള പദ്ധതി കിഫ്ബി വഴി നടപ്പാക്കാൻ കഴിഞ്ഞ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു. വല്ലാർപാടം, കൊല്ലം, വിഴിഞ്ഞം തുറമുഖങ്ങളെ ബന്ധിപ്പിച്ചാണ് തീരദേശ റോഡ് വികസിപ്പിക്കുക. മറ്റ് ചെറുകിട തുറമുഖങ്ങളെയും ഹാർബറുകളെയും തീര റോഡ് ബന്ധിപ്പിക്കും. ഇതോടെ കണ്ടെയ്നർ അടക്കമുള്ള ചരക്ക് നീക്കം പൂർണ്ണമായും തീരദേശപാത വഴിയാക്കാനാകും. റോഡ് പൂർണ്ണമായും സജ്ജമാകുന്നതോടെ ടാങ്കർ ലോറികളും മറ്റും തീരദേശപാതയിലേക്ക് മാറ്റാനാകും. ഇതോടെ ദേശീയപാതകളിലെ തിരക്ക് കുറയ്ക്കാനാകുമെന്നാണ് കരുതുന്നത്. കടലോര പാതയായതിനാൽ വിനോദസഞ്ചാര മേഖലയ്ക്കും ഇത് ഏറെ ഗുണം ചെയ്യുമെന്നാണ് നിഗമനം. നിലവിൽ വർക്കല, പരവൂർ, കൊല്ലം, ആലപ്പുഴ ഭാഗങ്ങളിൽ തീരദേശ റോഡുണ്ട്. ഇതിൽ ഏതാനും ഭാഗം കൂടി സഞ്ചാരയോഗ്യമാക്കുന്നതോടെ പദ്ധതി പ്രാവർത്തികമാക്കാൻ കഴിയും. 8 മുതൽ 12 മീറ്റർ വരെ വീതിയിലാണ് തീരദേശപാത വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്ഥല ലഭ്യതയ്ക്കനുസരിച്ചാവും വീതിയുടെ കാര്യത്തിൽ ക്രമീകരണം കൊണ്ടുവരിക. തീരദേശപാതയ്ക്കായി പുതുതായി സ്ഥലം ഏറ്റെടുക്കേണ്ടി വരില്ലെന്നാണ് കരുതുന്നതെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. അതേസമയം ആരെങ്കിലും ഒഴിപ്പിക്കേണ്ടി വന്നാൽ പുനരധിവാസം ഉറപ്പാക്കിയാവും പദ്ധതി നടപ്പാക്കുകയെന്നും അവർ പറഞ്ഞു. കടലാക്രമണത്തിൽ തീരദേശപാത ഇടയ്ക്കിടെ തകരുന്നുവെന്നതാണ് പ്രധാന പ്രശ്നം. ഇത് പ്രതിരോധിക്കാനുള്ള നടപടികളും രൂപരേഖയിൽ നിർദ്ദേശിക്കാൻ തീരമേഖലാ വികസന കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റോഡ് നിർമ്മാണത്തിനൊപ്പം പുനരധിവാസത്തിനും പണം കണ്ടെത്തേണ്ടി വരുമെന്നതിനാൽ പദ്ധതി ചെലവ് ഉയരുമെന്ന ആശങ്കയുമുണ്ട്. വൻകിട പദ്ധതികൾക്കാവശ്യമായ ധനസമാഹരണം ലക്ഷ്യമിടുന്ന കിഫ്ബി സജ്ജമാവുന്നതോടെ വികസന പദ്ധതികൾക്ക് പണം പ്രശ്നമാകില്ലെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ. ആദ്യം സമർപ്പിക്കുന്ന പദ്ധതി ആദ്യം പരിഗണിക്കണമെന്ന മാനദണ്ഡമാണ് കിഫ്ബി സ്വീകരിക്കുക. ഇതനുസരിച്ചാണ് തീരദേശ റോഡ് പദ്ധതി അടിയന്തരമായി തയ്യാറാക്കി സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. റഫീഖ് നരിക്കുനി, KMIC ന്യൂസ്, തിരുവനന്തപുരം. കുട്ടികളെ ലഹരിക്ക് അടിമയാക്കാനുള്ള പുതിയ പുകയില ഉത്പന്നങ്ങൾ സംസ്ഥാനത്ത് വ്യാപകമായി എത്തുന്നു. കണ്ണൂരിൽ നിരോധിത പാൻമസാലയുമായി പിടിയിലായ പ്രതിയിൽ നിന്നാണ് പോലീസിന് ഞെട്ടിപ്പിക്കുന്ന ലഹരിമരുന്നിനെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത്. കുട്ടികളെ ആകർഷിക്കാനായി ഐസ്ക്രീമിലും ഷെയ്ക്കിലും മിഠായിലും ഉപയോഗിക്കുന്ന പ്രത്യേക ലഹരി ഉൽപ്പന്നവും കണ്ടെത്തിയിട്ടുണ്ട്. ബേക്കറിയിൽ മധുരപലഹാരങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണെന്നേ ആർക്കും ഒറ്റനോട്ടത്തിൽ തോന്നൂ. ഹാൻസിനും മറ്റു പുകയില ഉത്പന്നങ്ങൾക്കുമൊപ്പം ഇത് കണ്ടെത്തിയതോടെ നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടികളെ ലഹരിയിലേക്ക് പിടിച്ചടുപ്പിക്കുന്ന പുതിയ ഉത്പന്നത്തെക്കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചത്. കവറിന്റെ പുറത്തുതന്നെ ഐസ്ക്രീമിലും ജ്യൂസിലും ഉപയോഗിക്കാനാണെന്ന് ഫോട്ടോ സഹിതം പറയുന്നുണ്ട്. ലഹരി കലർന്ന നിരോധിക്കപ്പെട്ട വസ്തുവാണിതെന്ന് പോലീസ് പറഞ്ഞു. സ്കൂൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന കടകളിൽ മാത്രം കാണുന്ന വ്യത്യസ്ത ഇനം മിഠായികളിലാണ് ഇത് ചേർക്കുന്നത്. ഈ പാക്കറ്റ് സാധാരണ ഒരു നമ്മളെ റോസിന്റെ ഫ്ലേവറിലാണ് വരുന്നത്. ഇതിപ്പോ ഐസ്ക്രീമും കൂൾ ഡ്രിങ്ക്സ് ഒക്കെ മിക്സ് ആയിട്ട് കൊടുക്കാം. കുട്ടികൾക്ക് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ കുട്ടികൾ ഇതിൽ അഡിക്റ്റ് ആയിട്ട് വീണ്ടും വീണ്ടും ഇതേ ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. ഇതൊരിപ്പോൾ ഒരു പുതിയൊരു ബിസിനസ്സായി തട്ടിപ്പായിട്ട് അവർ നടത്തുന്നുണ്ടിരിക്കുന്നത്. രൂക്ഷഗന്ധമോ നിറമോ ഇല്ലാത്ത ഈ ഉൽപ്പന്നങ്ങൾ വ്യാപകമായി കേരളത്തിലേക്ക് കടത്തുന്നുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന് വിവരം കൈമാറി പരിശോധന ശക്തിപ്പെടുത്താനാണ് പോലീസിന്റെ നീക്കം. പുതിയ ലഹരിമരുന്ന് കണ്ടെത്തിയതോടെ വിപണിയിലുള്ള ഏതെല്ലാം ഉത്പന്നങ്ങളിൽ ഇത് ചേർക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ചും അന്വേഷണം തുടങ്ങി. പോത്തിനെ ഇന്റർവ്യൂ ചെയ്ത് തയ്യാറാക്കിയ വാർത്താ വീഡിയോയും മാധ്യമപ്രവർത്തകനും സോഷ്യൽ മീഡിയയിൽ താരമാകുന്നു. പാകിസ്ഥാനിലെ ജിയോ TV ചാനലിലെ അമീൻ ഹഫീസ് എന്ന റിപ്പോർട്ടറാണ് പോത്തിനോട് ചോദ്യം ചോദിച്ച് പ്രതികരിപ്പിച്ച് ആ കരച്ചിൽ പരിഭാഷപ്പെടുത്തി വാർത്ത തയ്യാറാക്കിയത്. തന്റെ റിപ്പോർട്ടിങ്ങിനെ രസകരമാക്കുന്ന കഴിവുമൂലം സോഷ്യൽ മീഡിയയ്ക്ക് പ്രിയപ്പെട്ടവനാണ് അമീൻ ഹഫീസ്. ലാഹോറിലെ ജനങ്ങൾ റോഡ് ക്രോസ് ചെയ്യാൻ ഓവർ ബ്രിഡ്ജുകൾ ഉപയോഗിക്കുന്നില്ലെന്നും അതേസമയം നഗരത്തിലെ പോത്തുകൾ ഓവർ ബ്രിഡ്ജുകൾ കയറിയിറങ്ങുന്നുവെന്നുമാണ് അമീൻ ഹഫീസിന്റെ സ്റ്റോറി. സ്റ്റോറിക്കിടെ പോത്തിന്റെ അഭിമുഖവും എടുത്തിട്ടുണ്ട് അമീൻ ഹഫീസ്. ഓവർ ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത് എളുപ്പമാണോ ബുദ്ധിമുട്ടാണോ എന്നായിരുന്നു പോത്തിനോടുള്ള മാധ്യമപ്രവർത്തകന്റെ ചോദ്യം. എന്തായാലും ചോദ്യം കേട്ട പോത്ത് ഒന്ന് അമറി. അത് അമീൻ ഹഫീസ് ഉടനെ പരിഭാഷപ്പെടുത്തുകയും ചെയ്തു. ചവിട്ടുപടികൾ കയറുക എന്നത് ഏതു മൃഗത്തിനാണ് എളുപ്പമാവുക എന്നാണ് അവർ പറയുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരിഭാഷ. दुनिया भर में
बड़ी बड़ी सड़कों को बाहिफाजत अबूर करने के लिए पुल इस्तेमाल किए जाते हैं, लेकिन गाय भैंसों को ऐसे पुल इस्तेमाल करते शायद आपने पहले कभी नहीं देखा होगा। हम आपको लाहौर में महमूद बूटी के इलाके में रिंग रोड पर वाक़या ओवरहेड ब्रिज अबूर करती गाय भैंसों से मिलवाते हैं, जिन्हें सलीका मंदी के साथ कतार बनाकर पुल की सीढ़ियां चढ़ते और उतरते देखकर लोग हैरान रह जाते हैं। आप अभी पुल उतर कर आई हो, ये काम आसान लगा है या मुश्किल? ये गाय शायद ये कहने की कोशिश कर रही है कि किसी भी जानवर के लिए सीढ़ियां चढ़ना या सीढ़ियां उतरना आसान नहीं, मुश्किल काम है। एक तरफ गाय भैंसे पुल इस्तेमाल करके बाशऊर होने का सबूत देती नजर आती हैं। इस काम की आदत सी हो गई है कि सड़क पार करना मुश्किल तो है, लेकिन अब उन्हें इस काम की आदत सी हो गई है। कैमरामैन मोहम्मद सादिक और हन्नान यूनस के साथ अमीन हफीज, जियो न्यूज, लाहौर। മനുഷ്യജീവനുകൾ പകരം കൊടുത്തല്ല ഗോസുരക്ഷ ഉറപ്പാക്കേണ്ടതെന്ന് കേന്ദ്ര സാമൂഹ്യക്ഷേമ സഹമന്ത്രിയും ദലിത് നേതാവുമായ രാമദാസ് ബന്ധു അത്താവലെ. ഗുജറാത്തിൽ ദലിത് യുവാക്കളെ ഗോരക്ഷകർ ക്രൂരമായി മർദ്ദിച്ചതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നില്ലെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തണമെന്നും റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാവ് കൂടിയായ അത്താവലെ ആവശ്യപ്പെട്ടു. ദ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം. അടുത്തിടെ നടന്ന കേന്ദ്രമന്ത്രിസഭാ വികസനത്തിലാണ് അത്താവലെ മോദി മന്ത്രിസഭയിലെത്തിയത്. ദലിതർ ബുദ്ധമതം സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട അത്താവലെ ബിഎസ്പി നേതാവും ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ മായാവതി എന്തുകൊണ്ടാണ് ഇത് ചെയ്യാത്തതെന്നും ചോദിച്ചു. ഗോരക്ഷയുടെ പേരിൽ ദലിതർക്കും മുസ്ലിം സമുദായാംഗങ്ങൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ മോദി മന്ത്രിസഭയിലെ ഒരംഗം ഇതാദ്യമായാണ് പ്രതികരിക്കുന്നത്. ഗോരക്ഷകരോട് എനിക്ക് ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഗോഹത്യക്കെതിരെ നിയമമുണ്ട്, എന്നിട്ടും നിങ്ങൾ ഗോരക്ഷയ്ക്ക് ഇറങ്ങുന്നു. പക്ഷേ അതിന്റെ പേരിൽ എന്തിനാണ് മാനവഹത്യ നടത്തുന്നത്? ഗോരക്ഷയുമായി നിങ്ങൾ മുന്നോട്ടു പോവുകയാണെങ്കിൽ മാനവരക്ഷ ആരാണ് ചെയ്യുക? ഗുജറാത്തിൽ ഗോരക്ഷകർ ദലിതരെ ക്രൂരമായി മർദ്ദിച്ച സംഭവം അത്യന്തം ഗൌരവമായി കാണേണ്ടതാണെന്ന് അഭിപ്രായപ്പെട്ട കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു. ഇടവേളയ്ക്കുശേഷം വാർത്തകൾ തുടരും. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുരികയാണി വായന, നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന, സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരികൾ, ധർമ്മസാക്ഷികൾക്കു കർമ്മബോധവേഗം തൂലിക. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുരികയാണി വായന, നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന, സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരികൾ, ധർമ്മസാക്ഷികൾക്കു കർമ്മബോധവേഗം തൂലിക. ഇസ്ലാമിക പ്രസാധന രംഗത്ത് മികച്ച കുതിപ്പുകൾ നടത്തുകയാണ് SSF പ്രസാധക വിഭാഗം IPB. അശ്ലീലത പുരണ്ട അക്ഷരങ്ങൾ തുന്നിക്കെട്ടി മാർക്കറ്റ് പിടിക്കുന്ന പുസ്തകാലയങ്ങൾക്ക് മധ്യേ നേരിന്റെ അധ്യായങ്ങൾ സമർപ്പിക്കുകയാണ് IPB. ചുരുങ്ങിയ കാലം കൊണ്ട് 100-ലേറെ പുസ്തകങ്ങൾ ഇതിനു കീഴിൽ പുറത്തിറങ്ങി. നന്മയെ സ്നേഹിക്കുന്ന ഒട്ടേറെ വായനക്കാർ ഇന്ന് IPBയെ പ്രതീക്ഷിക്കുന്നു. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുരികയാണി വായന, നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന, സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരികൾ, ധർമ്മസാക്ഷികൾക്കു കർമ്മബോധവേഗം തൂലിക. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. സമസ്ത കേരള സുന്നി യുവജന സംഘം SYS സംഘടനാ സ്കൂളിന്റെ ഭാഗമായുള്ള നേതൃപരിശീലന ക്യാമ്പ് പണിപ്പുരക്ക് മുക്കം എരഞ്ഞിമാവ് എപെക്സ് പബ്ലിക് സ്കൂളിൽ തുടക്കമായി. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് AK ഇസ്മായിൽ വഫ പതാക ഉയർത്തി. SYS സംസ്ഥാന പ്രസിഡന്റ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പ്രാർത്ഥന നടത്തി. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ പണിപ്പുര ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പ് അമീർ CH റഹ്മത്തുള്ള സഖാഫി നടപടികൾ നിയന്ത്രിച്ചു.
രാഷ്ട്രത്തെ അസ്ഥിരപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ യുവജന മുന്നേറ്റമുണ്ടാവണമെന്ന് പഠന ക്യാമ്പ് ആവശ്യപ്പെട്ടു. വംശീയമായും വർഗീയമായും ചേരിതിരിവുണ്ടാക്കാൻ മനഃപൂർവ്വമുള്ള നീക്കങ്ങൾ നടക്കുകയും തീവ്രവാദ സംഘങ്ങളിലേക്ക് യുവാക്കൾ റിക്രൂട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നുവെന്ന വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ യുവജന സംഘടനകൾ ജാഗ്രത പാലിക്കണമെന്നും ക്യാമ്പ് ആവശ്യപ്പെട്ടു. പൈതൃകം കാത്തുസൂക്ഷിച്ചുകൊണ്ട് യുവാക്കളെ പ്രതിനിധാനം ചെയ്യുന്ന ജനാധിപത്യ മതേതര സംഘടനകൾ വിലപ്പെട്ട സേവനങ്ങളാണ് സമൂഹത്തിനിടയിൽ ചെയ്തുവരുന്നത്. വർഗീയ ഭീകര തീവ്രവാദ പ്രവണതകൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ യുവജന നേതൃത്വങ്ങൾക്ക് കഴിയണം. ഈ രംഗത്ത് ക്രിയാത്മക ഇടപെടലുകൾ നടത്താൻ ക്യാമ്പ് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. സയ്യിദ് ത്വാഹ തങ്ങൾ, മാളിയേക്കൽ സുലൈമാൻ സഖാഫി, CP സൈദലവി, A മുഹമ്മദ് പറവൂർ, N അബ്ദുൽ ലത്തീഫ് സൈദി, MB സിദ്ദീഖ് സഖാഫി വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി. കാസർകോട്, കണ്ണൂർ, വയനാട്, നീലഗിരി, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ നിന്നും ചില പ്രത്യേക മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത 144 പ്രതിനിധികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള 720 പേരിൽ നിന്ന് 4 വിഷയങ്ങളെ അടിസ്ഥാനമാക്കി നടത്തിയ ആശയവിനിമയത്തിലൂടെ രൂപപ്പെടുത്തിയ അന്വേഷണ റിപ്പോർട്ടുകളെ ആധാരമാക്കിയുള്ള പഠന സെഷനുകളും ചർച്ചകളുമാണ് ദ്വിദിന ക്യാമ്പിൽ നടക്കുന്നത്. ഇന്ന് രാവിലെ 6 മണി മുതൽ നടന്ന വിവിധ സെഷനുകൾക്ക് ബഷീർ ഫൈസി വണ്ണക്കോട്, PKM സഖാഫി ഇരിങ്ങല്ലൂർ, മജീദ് കക്കാട്, ഡോക്ടർ PM മുഹമ്മദ് കുഞ്ഞു സഖാഫി, പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, M മുഹമ്മദ് സ്വാദിഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. SSF ഹയർ സെക്കൻഡറി ന്യൂ മെമ്പേഴ്സ് മീറ്റിന് മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ തുടക്കമായി. ജില്ലയിലെ മുഴുവൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഹൈസൽ യൂണിറ്റിന് കീഴിൽ പുതുതായി സ്കൂളിലെത്തിയ +1 വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ഹൈസൽ ഘടകങ്ങളുടെ പൂർണ്ണ സംഗമങ്ങൾ നടക്കും. ജില്ലാതല ഉദ്ഘാടനം വേങ്ങര അൽഹിസാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ SSF സംസ്ഥാന പ്രസിഡന്റ് NV അബ്ദുറസാഖ് സഖാഫി നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് KV ഫക്രുദ്ദീൻ സഖാഫി അധ്യക്ഷത വഹിച്ചു. PK അബ്ദുസമദ് വിഷയാവതരണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ K മുഹമ്മദ് ബഷീർ, KK അബ്ദുൽ നാസർ, ഇസ്ഹാഖ് നിസാമി തുടങ്ങിയവർ സംബന്ധിച്ചു. ICF സാന്ത്വനം ദുബൈ കമ്മിറ്റിയും കോഴിക്കോട് ജില്ലാ SYS കമ്മിറ്റിയുടെ കീഴിലുള്ള സഹായി വാദി സലാമും ചേർന്ന് ചേവായൂർ ചർമ്മരോഗ ആശുപത്രിയിൽ ഭക്ഷണവും വീൽചെയർ, വർക്കിംഗ് സ്റ്റിക്ക് തുടങ്ങിയ ആരോഗ്യ ഉപകരണങ്ങളും വിതരണം ചെയ്തു. ചർമ്മരോഗ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ സഹായി പ്രസിഡന്റ് അബ്ദുള്ള സൈദി ചെറുവാടി സ്വാഗതം പറഞ്ഞു. നാസർ ചെറുവാടി, വെള്ളിയാട് മുഹമ്മദ് അലി സഖാഫി, ബഷീർ മുസ്ലിയാർ ചെറുപ്പ, ICF ദുബൈ കമ്മിറ്റി ഭാരവാഹികളായ ഷാജി ഖാലിദ് വടക്കേക്കാട്, ഹസൻ സഖാഫി മുഴാപ്പാലം, അബ്ദുസലാം സഖാഫി വെള്ളലശ്ശേരി, വാഹിദ് പകര, അബ്ദുറഹീം അഹ്സനി തുടങ്ങിയവർ സംബന്ധിച്ചു. വാർഡുകളിൽ അന്തേവാസികൾക്ക് ആശ്വാസം പകരുകയും ആവശ്യമായ സേവനങ്ങളും ഉപകരണങ്ങളും നൽകുമെന്നും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അടുത്ത അധ്യയന വർഷം സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ തുടങ്ങുന്ന 100ഓളം പുതിയ സഹറത്തുൽ ഖുർആൻ സെന്ററുകളിലേക്ക് അധ്യാപികമാരെ നിയമിക്കുന്നതിനുള്ള പരിശീലനം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ നിന്നും താൽപര്യപ്പെടുന്ന വനിതകൾക്ക് നാളെ രാവിലെ 8:30 മലപ്പുറം മഅ്ദിൻ ഇംഗ്ലീഷ് സ്കൂളിൽ പ്രവേശന പരീക്ഷ നടക്കും. ഭൌതിക വിദ്യാഭ്യാസം +2വും മദ്രസാ പഠനം 7ാം തരവും പാസ്സായ വനിതകൾക്ക് തീവ്ര പരിശീലനം നൽകി കഴിവുറ്റ അധ്യാപികമാരെ വളർത്തിയെടുക്കുന്ന പദ്ധതിയാണ് സഹറത്തുൽ ഖുർആൻ ടീച്ചേഴ്സ് ട്രെയിനിംഗ് പ്രോഗ്രാം. വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് മർക്കസിന് കീഴിൽ വിവിധ സ്ഥലങ്ങളിൽ തുടങ്ങുന്ന സഹറത്തുൽ ഖുർആൻ പ്രീ സ്കൂളിൽ ആകർഷകമായ ശമ്പളത്തോടെ നിയമനം നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് 7025440005 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശിഥിലീകരണ പ്രവണതകൾക്കെതിരെ യുവജന മുന്നേറ്റം വേണമെന്ന SYS സംസ്ഥാന നേതൃപരിശീലന ക്യാമ്പ്. കോഴിക്കോട് മാധ്യമപ്രവർത്തകർക്ക് നേരെ വീണ്ടും കയ്യേറ്റം, SIക്ക് സസ്പെൻഷൻ. കോഴിക്കോട് മാധ്യമപ്രവർത്തകർക്കെതിരെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടിക്കെതിരെ അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഓവർബ്രിഡ്ജ് കയറിയിറങ്ങുക ബുദ്ധിമുട്ടാണ്, പോത്ത് മാധ്യമപ്രവർത്തകനോട്. പോത്തിനെ ഇന്റർവ്യൂ ചെയ്ത് തയ്യാറാക്കിയ വാർത്തയും മാധ്യമപ്രവർത്തകനും സോഷ്യൽ മീഡിയയിൽ താരമാകുന്നു. കുട്ടികളെ ലഹരിക്ക് അടിമയാക്കാനുള്ള പുതിയ പുകയില ഉത്പന്നങ്ങൾ സംസ്ഥാനത്തേക്ക് ഒഴുകുന്നു. നിങ്ങൾ ഗോരക്ഷ നടത്തുമ്പോൾ മാനവരക്ഷ ആര് ചെയ്യുമെന്ന് മോദി മന്ത്രിസഭയിലെ അംഗം. ദുബൈ ICFും സഹായി വാദി സലാമും ചേർന്ന് ആരോഗ്യ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.